നോക്കിക്കേ, നല്ല വ്യൂ അവിടെ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും മാലമരം കണ്ടിട്ടുണ്ടോ? മാലമരം കാണിച്ചു തരാം. നമ്മളിവിടെ വരുമ്പോൾ എപ്പോഴും ഇവിടെ കുളിക്കുന്നത് കേട്ടോ. പക്ഷേ അത് ഞാൻ എപ്പോഴും ശരി രാവിലെയോ അയ്യോ അങ്ങനെ വേണ്ട നമ്മുടെ ലോഡ് രണ്ടാമത്തെ സ്ഥലത്താണ് ഇറക്കുന്നത്. രണ്ടാമത്തെ സ്ഥലത്ത് നമ്മുടെ ആസ്പെറ്റാസ് എവറസ്റ്റ് കമ്പനിയുടെ ആസ്പെറ്റാസ് ഇറ്റ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മാര് കന്നഡ എന്താ പറയുന്നത്? വീട് കുറ്റം പറയല്ല, തമാശക്ക് എന്താ പറയുക, എന്ത് വേണം പറയുന്നത്, ആർക്കാരും ചീത്ത വിളിക്കുകയാണ്. ആ പാടെ കൊത്തല്ലേ എന്നുള്ള വാക്ക് മാത്രം അറിയാം. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഇനിയും ഇവിടെ വെച്ചെങ്കിൽ ഇവിടെ ലോഡ് ഇറക്കുക. ഇവിടെ നേരെ നമ്മൾ HED കോട്ടയം നേരെ നെഞ്ചങ്കോട് പോവുക. അവിടെ നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കിടക്കുക. അവിടെ നിന്ന് അടുത്ത ലോഡാക്കുക, കേരളത്തിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ ബാക്കി വീഡിയോ പുറകെ വരും. ഇവിടെ ഇഷ്ടത്തിന് ലോഡിങ്ങാണ് കേട്ടോ, അത് കാര്യമായി. സാധാരണ 3-4 പേരൊക്കെ കാണത്തുള്ളൂ ഈ ഷീറ്റ് ഇറക്കാനായിട്ട്. ഇത്രയുള്ളത് പെട്ടെന്ന് ലോഡിങ് അല്ലോഡാവും. അപ്പം നമ്മൾ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞിട്ട് അവിടുന്ന് നെഞ്ചങ്കോടേക്ക് വരണം. നെഞ്ചങ്കോട് വരുന്ന വഴിയിൽ ഒരു വലിയൊരു TVSൻ്റെ കമ്പനി ഉണ്ട്. ആ കമ്പനി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തായിട്ട് ഒരു വീട്ടിൽ ചെറിയൊരു ഹോട്ടൽ കണക്കാം. ഇവിടെ കയറി ഫുഡ് കഴിക്കുക. ഇപ്പോൾ സമയം 12:30 കേട്ടോ. എന്തോ കഴിക്കുന്നതെന്ന് അറിയോ? ദോശയും സാമ്പാറും ചമ്മന്തി ഈ 12:30-ക്ക്. അത് ഞാൻ ദോശ ഇവിടെ അതൊക്കെ കിട്ടത്തുള്ളൂ. ഇതെന്തെങ്കിലും കിട്ടിയല്ലോ വേറെ കാര്യം. എന്നാലും അവസ്ഥ ഈ സമയത്ത് നല്ല ചോറുണ്ടേ കൊയ്യാൻ. ഞാൻ ചോറും കിട്ടുമെങ്കിൽ കിട്ടത്തില്ല. മെയിനായിട്ട് ഇതിനെ വൃത്തി എന്തോ ചെയ്യാൻ അനുഭവിക്കും. എൻ്റെ വണ്ടിക്കകത്ത് ഞാൻ വെച്ച് കഴിക്കുവാണ്. ഗ്യാസ് ഇല്ല, സിലിണ്ടർ കോയമ്പത്തൂർ ഇരിക്കും. ഇനി ഈ ട്രിപ്പ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേണം സിലിണ്ടർ എടുക്കാൻ. ഓക്കെ, അപ്പോൾ കഴിച്ച് കഴിയട്ടെ. അങ്ങനെ നമുക്ക് തിരിച്ച് റിട്ടേൺ ലോഡൊന്നും ആയിട്ടില്ല. അതാ വൈകുന്നേരം ഞാനൊന്ന് കുളിക്കാൻ വേണ്ടി ബക്കറ്റൊക്കെ എടുക്കും. ഇത് മെയിൻ റോഡിൽ നിന്ന് മൈസൂരേക്ക് പോകുന്ന മെയിൻ റോഡിൽ നിന്ന്, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ നേരെ ഫ്രണ്ടിലുള്ളൊരു റോഡിന് ഇപ്പുറത്തുള്ളൊരു ചെറിയൊരു പുഴയാണ്. പക്ഷെ ഒഴുക്കൊക്കെ ഉള്ള കേട്ടോ. ഇവിടെയൊക്കെ കച്ചടയാ, അഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ കിട്ടുന്ന, പിന്നെ ഇവർ എന്താ പറയുക, നമ്മളോടൊക്കെ പറഞ്ഞ് ഈ അണ്ണാച്ചിമാർ ഈ വഴിയിൽ തുണി, അവരുടെ തുണി ഇതൊക്കെ. ഇതാണ് സാധനം. വേണ്ട വെള്ളം കുഴപ്പമില്ല, കാരണം നല്ല ഒഴുക്കുണ്ട്. അതുപോലെ തന്നെ ഒഴുക്കുള്ളതുകൊണ്ട് അഴുക്കില്ല എന്നാണ്. നല്ല അഴുക്കൊക്കെ കാണും, എന്നാലും എന്ത് ചെയ്യാനാ. എന്താ ഇവിടെ വേണം കുളിക്കാൻ. ഇവിടെ കുളിക്കാൻ വേറെ അടുത്ത് പമ്പുണ്ട്, പക്ഷെ അവിടെ കുളിക്കാൻ വരെ സമ്മതിക്കത്തില്ല. ഇതുള്ളതുകൊണ്ടാണ് തോന്നുന്നു കുളിക്കാൻ സമ്മതിക്കാത്തത്. എല്ലാവരും ഇവിടെ വന്നാണ് കുളിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് കുളിക്കുക. ഓക്കെ, അപ്പോൾ തുണി അലക്കണം, കുളിക്കണം. നോക്കിക്കേ, നല്ല വ്യൂ അവിടെ കേട്ടോ. നല്ല ഒഴുക്കുണ്ട്. സന്ധ്യയായി വരുമോ. ഇതാണ് കബനി നദി, കബിനി നദി, കർണാടക. നല്ല ഒഴുക്കുണ്ട്. ഇനി അവിടെ വേണം നമ്മൾ അലക്കാൻ. അവിടെ നിന്ന് അലക്കണം. അല്ല മുതല വല്ലതും വരാതിരുന്നാൽ മതി. എങ്ങനെ നമ്മൾ വെള്ളത്തിലിറങ്ങി ഒന്ന് നടന്നു നോക്കട്ടെ. നമ്മളിവിടെ വരുമ്പോൾ എപ്പോഴും ഇവിടെ കുളിക്കുന്നത് കേട്ടോ. പക്ഷേ അത് ഞാൻ എപ്പോഴും ശരി രാവിലെയോ അയ്യോ ഉച്ചയ്ക്കൊക്കെ വരാറ്. ഇപ്പം സമയം വൈകുന്നേരമായി. ഇപ്പോൾ ഇരുട്ടി വരും. ഫോണിൽ പക്ഷെ നല്ല രീതിയിൽ വെട്ടം കാണുന്നുണ്ട്. ഫോണിൽ വെട്ടം കാണുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഒഴുക്കുന്നുണ്ടോ? ഒഴുക്കുന്നുണ്ട്. ഫോണിൽ വെട്ടം കാണുന്നെങ്കിൽ ഇവിടെ നേരിട്ട് ഇത്രയും വെട്ടമില്ല കേട്ടോ. മങ്ങി വരുമോ, ഇരുട്ടായി വരുമോ. അപ്പോൾ ഇനി അലക്കണം, കുളിക്കണം. നിങ്ങൾ ആരെങ്കിലും മാലമരം കണ്ടിട്ടുണ്ടോ? മാലമരം കാണിച്ചു തരാം. മാലമരം കാണിച്ചു തരാം. ഇതിൻ്റെ യഥാർത്ഥ പേര് അറിയാൻ തരുന്ന കമൻറ്റ് ചെയ്യേ. മാലമരത്തിലെ കായ മാല കേട്ടോ. അടേ കാണിച്ചു തരാം. വേണ്ടത്
കണ്ട ഇത് നമ്മുടെ പഴയ കത്തുന്ന കൊന്തയുണ്ട്, രാത്രി കത്തുന്ന കൊന്തയില്ല, ആ കൊന്തയുടെ ഒരു ടൈപ്പ് അല്ലേ ഇത്. എനിക്കതുപോലെ തോന്നുന്നു. ഞാൻ ബാക്ക് വശം കാണിച്ചു തരാം, ബാക്ക് ക്യാമറ ഓണാക്കി കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ മരം കണ്ടോ നിൽക്കുന്നുണ്ട്. ഇതാണ് ഈ നിൽക്കുന്നത്. ഇവിടെ വെയിലാണ്ട് കാണുന്നില്ല. വേണ്ട ഒരു സംഭവം ഉണ്ടാവും കണ്ടോ, മാല കിടക്കുന്നില്ലേ കണ്ട. അപ്പോൾ അറിയാവുന്നവർ അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ മച്ചാമാരെ ഇതിൽ നല്ലൊരു വീഡിയോ കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം കാരിച്ചാൽക്കാരൻ.